ഹായ്, നമ്മുടെ 100 ഡേയ്സ് ബിസിനസ് ഐഡിയ ചലഞ്ചിലെ 9ാമത്തെ ബിസിനസ് ഐഡിയയായ ഹണി ബിസിനസിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആണ് നമ്മൾ ഇന്ന് എടുക്കാനായിട്ട് പോകുന്നത്. കൊല്ലം ജില്ലയിലെ കല്ലുവാതുക്കൽ എന്നുള്ള സ്ഥലത്തുള്ള രഘുചേട്ടൻ്റെ വീട്ടിലാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് ചോദിച്ചും കണ്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ചേട്ടാ, ഇതിൻ്റെ സംരക്ഷണവും പരിചരണവും ഒക്കെ എങ്ങനെയാണ്? ഇത് ഏതൊക്കെ സീസണിലാണ് നമുക്ക് തേൻ കിട്ടുന്നത്? ഈ ഒരു ബിസിനസ്സിലൂടെ എങ്ങനെയൊക്കെ പ്രോഫിറ്റ് ഉണ്ടാക്കാമെന്ന് ഈ തേൻ ബിസിനസ് തുടങ്ങാൻ പോണവർക്ക് ചേട്ടൻ കൊടുക്കുന്ന അഡ്വൈസ് എന്തായിരിക്കും? ഏട്ടാ, ഒന്ന് പരിചയപ്പെടുത്താവോ? ഞാൻ എൻ്റെ പേര് രഘുനാഥൻ. ഞാൻ കുറേ നാൾ ഗൾഫിലായിരുന്നു. ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം ഇങ്ങനൊരു ചെറിയൊരു സംരംഭം തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ച് അങ്ങനെ ക്ലാസ്സിന് പോയി. പഞ്ചായത്തും ഹോർട്ടികോർപ്പും കൂടെ ചേർന്ന് സീസൺ അടിസ്ഥാനത്തിൽ നടത്തുന്ന ക്ലാസ്സുകളുണ്ട്. അത് ഈ ജനുവരി ഫെബ്രുവരി ആ മാസങ്ങളിലാണ് നടത്തുന്നത്. അപ്പോൾ അത് പത്രത്തിൽ പരസ്യം കണ്ട് നമ്മൾ കൃഷിഭവനിലായത് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ അവർ ഡേറ്റ് തരും. അതനുസരിച്ച് 30 പേരുടെ ക്ലാസ്സാണ് നടത്തുന്നത്. 3 ദിവസത്തെ ക്ലാസ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ചിലവും കാര്യങ്ങളും എല്ലാം അവർ തന്നെയായിരിക്കും നോക്കുന്നത്. അപ്പോൾ അവരുടെ ഉദ്ദേശം ഈ പച്ചക്കറി നമ്മളെ ഈ ഫലവർഗ്ഗങ്ങളുടെ പരാഗണവും അതിനോടൊപ്പം തേനും, ഇത് രണ്ടും ഉണ്ട്. ഇത് എത്ര വർഷമായി സ്റ്റാർട്ട് ചെയ്തിട്ട്? ഇത് ഞാൻ തുടങ്ങിയിട്ട് 5 വർഷത്തോളമായി. അപ്പം നമ്മൾ ഇത് തുടങ്ങുമ്പം മസ്റ്റായിട്ടും ആദ്യം ക്ലാസ്സിന് തന്നെ പോകണം. എത്ര ദിവസത്തെ ക്ലാസ്സാണ്? 3 ദിവസത്തെ ക്ലാസ്. ക്ലാസ്സിന് പോയി ഒന്ന് പരിചയമാകുമ്പം അവർ നമുക്ക് 5 പെട്ടി വരെ തരും. പകുതി വിലയ്ക്കാണ് തരുന്നത്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ വില 1400 രൂപയാണ് പെട്ടിയുടെ. അപ്പോൾ അവരതിൻ്റെ പകുതി വിലയായ 850 രൂപയ്ക്ക് പകുതിയല്ല 60% അല്ല 60% നമ്മൾ കൊടുക്കണം. 40% പഞ്ചായത്തിൻ്റെ വക. അങ്ങനെ 850 രൂപ. ഈ കാലുൾപ്പെടെയാണ്. തേനീച്ചയും പെട്ടിയും ഈ കാലുൾപ്പെടെയാണ്. തേനീച്ച ഉൾപ്പെടെയാണ് ഈ 850 രൂപയ്ക്ക് തരുന്നത് അവർ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് സംശയങ്ങൾ കൂടുന്നത്. ഇത് വളർത്തി കഴിയുമ്പോൾ ആദ്യം അവർ അടിസ്ഥാന ഒരു ക്ലാസ്സല്ലേ തരുന്നുള്ളൂ. വളർത്തി കഴിയുമ്പോൾ നമുക്ക് സംശയങ്ങൾ തുടങ്ങും. അപ്പോൾ അവർ 2 മാസം കഴിയുമ്പോൾ അവർ വീണ്ടും ഒരു 3 ദിവസത്തെ ക്ലാസ് കൂടെ നടത്തും. അപ്പോൾ നമ്മുടെ സംശയങ്ങളെല്ലാം അവർ തീർത്ത് തരും. അപ്പോൾ ആ 2 ടൈമിലെ ക്ലാസ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഇത് വളർത്താനുള്ള ഒരു ധൈര്യം വരും. ഏത് തരത്തിലുള്ള തേനീച്ചകളാണ് വളർത്തുന്നത് ഇവിടെ? നമുക്ക് വീടുകളിൽ വളർത്താൻ പറ്റിയെന്ന് വെച്ചാൽ നമ്മളെ ഭിത്തികളിൽ വന്നിരിക്കുന്ന ചെറിയ തേനീച്ചയും പിന്നെ അതിൽ വലുത് ഈ ഞൊടിയൻ എന്ന് പറയുന്ന ഒരു തേനീച്ച. ഇത് രണ്ടുമാണ് നമ്മൾ വളർത്തുന്നത്. എല്ലാ തേനീച്ചകളും തേൻ തരുമെങ്കിലും വളർത്താൻ ഇത് രണ്ടും നമുക്ക് പറ്റുള്ളൂ. ഈ കാട്ടു തേനീച്ച കൂടുതൽ തേൻ ഉൽപ്പാദിപ്പിക്കുമെങ്കിലും നമ്മളുടെ പെട്ടിയിലിരിക്കത്തില്ല. അത് വലിയ പാറകളുടെ മണ്ടയിലും മരങ്ങളുടെ മണ്ടയിലും ഇരിക്കുകയുള്ളൂ. പക്ഷേ കൂടുതൽ തേൻ തരും. കൂടുതൽ പരാഗണം നടത്തുന്നത് അവരാണ്. ഇത് ഏതൊക്കെ സീസണിലാണ് നമുക്ക് തേൻ കിട്ടുന്നത്? തേൻ കിട്ടുന്നത് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ഈ 4 സീസണിലാണ് നമുക്ക് തേൻ കിട്ടുന്നത്. അപ്പോൾ ഇത് മഴക്കാലത്തേക്ക് ഉപയോഗിക്കാൻ വച്ചേക്കുന്ന തേനാണ് നമ്മൾ ഈ 4 മാസം കൊണ്ട് ഇനി എടുത്തു തീർക്കുന്നത്. അപ്പം മഴക്കാലം ആകുമ്പോഴത്തേക്ക് അത് ക്ഷാമകാലമാണ്, മഴക്കാലം. അപ്പോഴും ഉപയോഗിക്കാൻ വച്ച തേനീച്ച അവരുടെ തേൻ നമ്മളിങ്ങനെ എടുത്തില്ലയോ. അപ്പോൾ അതിന് പകരം നമ്മൾ പഞ്ചസാര ലായനി ആ മഴക്കാലം അത്രയും ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബറും കൊടുക്കണം. ആ 4 മാസം നമ്മൾ ഇതിന് പഞ്ചസാര ലായനി ആഴ്ചയിൽ 1 ദിവസം വെച്ച് കൊടുക്കണം. ഇതിന് വേറെ എന്തെങ്കിലും കോസ്റ്റ് എന്തെങ്കിലും വരുന്നുണ്ടോ? ഇല്ല. എങ്ങനെ ഇത് ഈ 2 എണ്ണങ്ങൾ. പിന്നെ വേറൊരു തേനീച്ച ഉണ്ട്. അത് നമ്മളെ കേരളത്തിൽ പറ്റത്തില്ല. ഇറ്റാലിയൻ തേനീച്ച എന്നും പറഞ്ഞ ഒരെണ്ണം കൂടെ ഉണ്ട്. ഇത് നമുക്ക് ഒരു സീസണിൽ 5-6 കിലോ തേൻ തരുമെങ്കിൽ അവർ 12-15 കിലോ തേൻ ഒരു സീസണിൽ തരും. ആ ഇറ്റാലിയൻ തേനീച്ച. ഈ തേനീച്ച വളർത്തേണ്ട കാലഘട്ടങ്ങൾ എങ്ങനെയാണ്? ഇതിൻ്റെ കാലഘട്ടങ്ങളെന്ന് പറഞ്ഞാൽ ഈ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള ക്ഷാമകാലം. അപ്പോൾ നമ്മളതിന് ആഹാരം കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് സെപ്റ്റംബർ മുതൽ ജനുവരി വരെ ഇതിൻ്റെ വളർച്ചാകാലം. അപ്പോൾ ആ സമയത്താണ് കാലത്തിനിടയ്ക്കാണ് നമ്മൾ ഈ പെട്ടി പിരിക്കുകയും ഇതിൻ്റെ സംരക്ഷണം എല്ലാം വേണ്ടത് ആ സമയത്താണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫെബ്രുവരി മുതൽ മെയ് വരെ ഇതിൻ്റെ
സംഭരണകാലം. അതാണ് ഇപ്പം ഈ നടക്കുന്ന കാലഘട്ടം. ചേട്ടാ ഇതിൻ്റെ സംരക്ഷണവും പരിചരണവും ഒക്കെ എങ്ങനെയാണ്? ഇതിൻ്റെ സംരക്ഷണം പരിചരണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പെട്ടി അവർ തരുന്നത് പിന്നെ മുട്ടയും പുഴുവും തേനും ഇരിക്കുന്ന അടിപ്പെട്ടിയും തേൻ നിറയ്ക്കുന്ന മേൽപ്പെട്ടിയും ഇതാണ് അവർ തരുന്നത്. അപ്പോൾ ഇത് ബ്രൂഡ് ചേമ്പർ എന്നും പറയും, ഇത് ഹണി ചേമ്പർ എന്നും പറയും, ഈ മേലത്തെ പെട്ടി. അപ്പോൾ ഇതിന്ന് പറഞ്ഞാൽ 3 തരം തേനീച്ചകൾ കാണും. പിന്നെ ഇതിൻ്റെ ഉൽപ്പാദനവും പ്രജനനവും നടത്തുന്ന റാണി ഈച്ചയും പിന്നെ ആണീച്ചയും പിന്നെ പണിക്കാരി ഈച്ചയും, അതാണ് പെണ്ണീച്ച. അപ്പം അങ്ങനെ 3 തേനീച്ചകളാണ് ഇതിനകത്തുള്ളത്. ഇതാണ് മുട്ടയും പുഴു ഇരിക്കുന്ന അടിച്ചേമ്പർ. അപ്പോൾ ഇതിനകത്ത് തേൻ അവരുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമേ നിറയ്ക്കൂ. കൊച്ചുങ്ങൾക്ക് കൊടുക്കാനുള്ള തേൻ മാത്രമേ നിറയ്ക്കൂ. അമ്മക്ക് സംഭരിക്കാനുള്ള തേൻ ഇതിനകത്ത് നിറയ്ക്കുന്നത്. ഇത് ഹണി ചേമ്പർ, ഇതാണ് എടുക്കുന്നത്. ഇതിൻ്റെ മേൽ അടിയിലത്തത് എടുക്കത്തില്ല. ഇതിനകത്ത് ഇത് നിറച്ച് തുടങ്ങിയുള്ളൂ. ഇതിനകത്ത് മെയിനായിട്ട് വരുന്ന ഇതിൻ്റെ ദോഷമെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അടപ്പുഴുവിൻ്റെ ഒരു ശല്യം ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ തേനീച്ചകളുടെ സ്ട്രെങ്ത് കുറയുന്ന സമയത്ത് ഒരു നിശാശലഭം വന്ന് ഇതിൻ്റെ അടിഭാഗത്ത് മുട്ടയിടും. അത് വിരിഞ്ഞാണ് ഇതുണ്ടാവുന്നത്. ഇത് കയറി ഇത് തേനും നിറയ്ക്കേണ്ട കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കേണ്ട ആ അട മൊത്തം ഇതങ്ങ് തിന്ന് നശിപ്പിക്കളയും. അപ്പോൾ അതിനുശേഷം തേനീച്ചകൾക്ക് ഇതിനകത്ത് വരാനും പോകാനുള്ള ബുദ്ധിമുട്ട്. ഒരു വലയും കെട്ടിക്കളയും. ആ അടപ്പുഴുവാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. അതിന് ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ അടിപ്പലക എടുത്ത് വൃത്തിയാക്കുക എന്നുള്ളതല്ലാതെ വേറെ പോൻ വഴിയൊന്നുമില്ല. കൃത്യമായിട്ട് ആഴ്ചയിൽ ഒരിക്കൽ നോക്കുകയാണെങ്കിൽ അടപ്പുഴുവിൻ്റെ ശല്യം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. തേനെടുക്കുന്ന ആ ടൈമാണെന്ന് പറഞ്ഞല്ലോ. അപ്പം നമ്മൾ അതിൻ്റെ ശരിക്ക് വെയിലാവുന്നതിന് മുമ്പ് ഒരു 9 മണി തൊട്ട് 11 മണി വരെ പറ്റുമെങ്കിൽ ആ ടൈമാണ് നമുക്ക് തേനെടുക്കാൻ നമുക്ക് പറ്റിയ ടൈം. അത് കഴിയുമ്പോൾ നല്ല ചൂടായി പോകും. ഇത് നല്ല ചൂടാകുമ്പോൾ ഇത് വയലൻ്റ് ആവാനുള്ള സാധ്യതയും കൂടുതലാണ് തേനീച്ച നമ്മൾ തേനട എടുക്കുമ്പം. അപ്പോൾ അത് കഴിവതും 9 മണി തൊട്ട് 11 മണി വരെ എടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ആ എടുക്കുന്ന ടൈമിൽ ഇച്ചിരി കുറേ പുക കൊടുക്കാനുള്ളൊരു സംവിധാനമുണ്ട്. പുക കൊടുക്കുമ്പം കുറേ കൂടെ അത് ചെറുതായിട്ടൊന്ന് മയങ്ങി താഴോട്ട് ഇറങ്ങിപ്പോവും. ആ നേരത്താണ് കൂടുതലും ഈ തേൻ കർഷകർ തേൻ എടുക്കുന്നത്. ചേട്ടാ ഇതെന്തിനാ ഇങ്ങനെ കട്ട് ചെയ്യാം? നമുക്ക് നേരെ പിരിഞ്ഞെടുത്താൽ പോരെ? അപ്പോൾ പിരിഞ്ഞെടുത്താലുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ അത് എളുപ്പം തന്നെയാണ്. സിബി ചോദിച്ചതുപോലെ അത് ഒരു എളുപ്പ പരിപാടിയാണ്. പക്ഷെ അത് തേനീച്ചയ്ക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. അവരിത്രയും ഇത് ഉണ്ടാക്കി എടുത്തത് 1 മാസം കൊണ്ടായിരിക്കും ഇത്രയും ഒരട. ഇനി നമ്മളത് പിഴിഞ്ഞത് നശിപ്പിച്ച് കഴിഞ്ഞാൽ അവർ ഇനി 1 മാസം കൊണ്ട് വേണം ഈ അട ഉണ്ടാക്കിയെടുക്കാൻ. നമ്മളിത് നശിപ്പിക്കാതെ തേനിട്ടിട്ട് നേരിട്ടങ്ങ് വെച്ചു കൊടുക്കാമെങ്കിൽ അവർക്ക് പിന്നെ തേൻ നിറച്ചാൽ മതി, അട ഉണ്ടാക്കാൻ നിൽക്കണ്ട. അപ്പോൾ എളുപ്പം ഒരാഴ്ച കൊണ്ട് തേൻ നിറയ്ക്കും. മറ്റത് 1 മാസം അട നിർമ്മിച്ച് പിന്നെ തേൻ നിറയ്ക്കുമ്പോഴത്തേക്ക് താമസം എടുക്കും. അപ്പോൾ ആ തേനീച്ചയ്ക്കുള്ള ഒരു എളുപ്പത്തിനും കൂടിയാണ് നമ്മൾ ഇതിങ്ങനെ ചെയ്യുന്നത്. ഒരു സൈഡിലുള്ളത് വലിച്ചു കണ്ട് അതിനകത്തോട്ട് ഇറങ്ങി. ഇനി മറു സൈഡ്. ഇറങ്ങണേ. അപ്പോൾ 2 സൈഡിലുള്ള തേനും ഇതിനകത്ത് വീണ് കഴിഞ്ഞു. അപ്പോൾ നമ്മളിത് തന്നെ ഇനി അങ്ങ് വെച്ചു കൊടുത്താൽ അവർ ഇനി അങ്ങ് തേൻ നിറച്ചു തുടങ്ങും വീണ്ടും. അപ്പോൾ ഈ മെഷീൻ്റെ പേരെന്ന് പറഞ്ഞാൽ എക്സ്ട്രാക്ടറാണ്. മെഷീനെ എക്സ്ട്രാക്ടർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ വെച്ച് എടുത്താൽ തേനീച്ചയ്ക്ക് എളുപ്പം, നമുക്ക് കൂടുതൽ തേൻ കിട്ടാനും. പിന്നെ ഈ അട ഇതേപോലെ അവർക്കങ്ങ് വെച്ചു കൊടുത്താൽ ഞാൻ നേരത്തെ അട വയ്ക്കുന്ന കാണിച്ചില്ലയോ. തേനീച്ചപ്പെട്ടിയിൽ നിന്ന് എക്സ്ട്രാക്ടറിലേക്ക് ഒഴിച്ച തേനാണ് ഇപ്പോൾ നമ്മൾ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ അടയല്ല, ഇതിൻ്റെ ഈ മെഴുകെല്ലാം ഇഞ്ഞ് ഈ നെറ്റിൽ അരിപ്പിൻ്റെ മണ്ടയിൽ നിൽക്കുകയും ചെയ്യും. നല്ല തേനങ്ങാടിയിൽ പോവുകയും ചെയ്യും.
തേനെന്ന് പറഞ്ഞാൽ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരേപോലെ ഫലപ്രദമായ ഒരു ആഹാരമാണ്. ഉറക്കം എഴുന്നേറ്റ് വന്ന ഉടനെ വെറും വയറ്റിൽ ചെറിയ ചൂടുള്ള ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ 2 സ്പൂൺ തേനൊഴിച്ച് കലർത്തി കുടിച്ചാൽ ശരീരത്തിന് നല്ല ഗുണം കിട്ടുമെന്ന് പറയുന്നേക്കാം. പിന്നെ ഓവർ കനമുള്ളവർക്ക് ചെറിയ ചൂടുവെള്ളത്തിൽ ഒരു മുറി നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ച് 1 സ്പൂൺ തേനൊഴിച്ച് കലക്കി ഡെയിലി രാവിലെ ഉപയോഗിച്ചാൽ അത് നല്ലതാണ്. പിന്നെ അതുമാത്രമല്ല, നമുക്ക് ഇതിനകത്ത് ഒരുപാട് ഔഷധങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. വൃത്തിയാക്കിയ പച്ചമഞ്ഞൾ 30 ദിവസം തേനിനകത്ത് ഇട്ട് വെച്ചത് ഉപയോഗിച്ചാൽ രക്തം ശുദ്ധീകരിക്കുന്നതിന് നല്ലതാണ്. പിന്നെ കാന്താരി മുളക് അതേപോലെ 31 ദിവസം കഴുകി വൃത്തിയാക്കി ആ വെള്ളത്തിൻ്റെ അംശം കളഞ്ഞ് ഇതേപോലെ കുപ്പിയിലിട്ട് വെച്ച് ഡെയിലി ഓരോ സ്പൂൺ ഉപയോഗിച്ചാൽ ഷുഗർ കുറയുന്നതിന് നല്ലതാണ്. പിന്നെ ബ്രഹ്മി ഒരുവിധമുള്ള വീടുകളിലൊക്കെ കാണും. അത് കഴുകി ഇതേപോലെ ഉണക്കി ഇതേപോലെ തന്നെ തേനകത്ത് ഇട്ട് വെച്ച് 1/4 കുപ്പി തേനകത്ത് ഈ ബ്രഹ്മി കഴുകി ആ വെള്ളം തോർത്തി അതിനകത്തിട്ട് ഡെയിലി 2 സ്പൂൺ കഴിച്ചാൽ കൊച്ചുങ്ങൾക്ക് ഓർമ്മശക്തി കൂടുന്നതിന് നല്ലതാണ്. ഇനി എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ് ഈ ഒരു ബിസിനസ്സിലൂടെ എങ്ങനെയൊക്കെ പ്രോഫിറ്റ് ഉണ്ടാക്കാമെന്ന്. ഇതിനകത്ത് നമുക്ക് മെയിൻ നമുക്ക് നേരിട്ട് അങ്ങ് സെയിലിന് ഉപയോഗിക്കാൻ പറ്റുന്നത് തേനാണ്. പ്രോസസ്സിങ് മാത്രമേ ഉള്ളൂ. പ്രോസസ്സിങ് ഇല്ലാതെ തന്നെ നമുക്ക് 1-2 വർഷം ഇത് വച്ച് ഉപയോഗിക്കാം. കഴിവതും പ്രോസസ്സ് ചെയ്യാതെ തേൻ ഉപയോഗിക്കാമെങ്കിൽ അതാണ് നല്ലത്. നമ്മൾ ചൂടാക്കിയ ഒന്നുമില്ല. ചൂടാക്കി പ്രോസസ്സ് ചെയ്യാൻ ചൂടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 70 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ വെള്ളത്തിനകത്ത് ഇറക്കി വെച്ചാൽ അത് ചൂടാക്കുന്നത്. അപ്പം തന്നെ കുറേ ഗുണഗണങ്ങൾ അതിൽ നഷ്ടപ്പെട്ടു. ഈ തേൻ തനി പച്ചയ്ക്ക് ഉപയോഗിക്കാമെങ്കിൽ കഴിവതും അതാണ് നല്ലത്. നേരിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന തേനാണ്. തേനും കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് രണ്ടാമത് ഈസി ആയിട്ട് നമുക്ക് പിന്നെ ഉൽപ്പാദിപ്പിച്ച് സെയിൽ ചെയ്യാൻ പറ്റിയതാണ് നമ്മൾ തേൻ എടുത്തിട്ട് അതിൻ്റെ ബാക്കി വരുന്ന ആ തേൻ മെഴുക് അത് വെള്ളത്തിലിട്ട് ചൂടാക്കി ശുദ്ധിയാക്കി വെളിച്ചെണ്ണയോ ഒലിവ് ഓയിലോ അങ്ങനെ അതൊക്കെ ചേർത്ത് തയ്യാറാക്കി എടുക്കുന്നതാണ് ഈ തേൻ മെഴുക്. ഇത് നമുക്ക് കൂടുതലായിട്ട് നമ്മളെ വീട്ടിൽ ഉപയോഗം വരുന്നതെന്ന് പറഞ്ഞാൽ ഈ കാറ്റ് സമയത്ത് വൃശ്ചികമാസത്തിലെ കാറ്റ് സമയത്ത് ചുണ്ട് വെടിച്ച് കയറുന്നത്. പിന്നെ അതിനേക്കാളും വലിയൊരു പ്രശ്നമാണ് എല്ലാവർക്കും ഈ ഉപ്പൂറ്റി വെടിച്ച് കയറുന്ന ഒരു ഏർപ്പാട്. അതിനൊക്കെ ഒരാഴ്ച നമ്മൾ പുരട്ടിയാൽ ആ ഉപ്പൂറ്റിയുടെ ഭാഗം നല്ല സോഫ്റ്റായിട്ട് കവരൊക്കെ ചെയ്യും. അത്യാവശ്യത്തിന് നടുവേദനയ്ക്ക് ഉപയോഗിക്കാം, മുട്ടുവേദനയ്ക്കെല്ലാം ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ഈ വൃശ്ചിക മാസത്തിൽ ഈ കാറ്റ് സമയത്ത് കുളിച്ചിട്ട് കയറുമ്പോഴുള്ള ആ പൊരിച്ചിൽ കാലിൻ്റെ ആ ഭാഗത്തൊക്കെ അപ്പോൾ വളരെ കുറച്ചെടുത്ത് നമ്മൾ കയ്യിൽ തേച്ച് കാലിലൊക്കെ പുരട്ടിയിട്ട് അങ്ങ് പോയാൽ ആ പൊരിച്ചിലും വെടിച്ചിലും ഒന്നും അറിയത്തുമില്ല. ആ പൊരിച്ചിൽ മൂലം ഉണ്ടാകുന്ന ഒരു സ്ഥിതി ചൊറിച്ചിലുണ്ട്. ഇതൊക്കെ അങ്ങ് മാറിക്കിട്ടും. 1 കിലോ അല്ലേ? ഇത് 1 കിലോ. 1 കിലോ തേന് ഓപ്പൺ മാർക്കറ്റിൽ 500 രൂപ വിലയുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ പ്രാദേശികമായിട്ട് നമുക്ക് പരിചയമുള്ള ആൾക്കാർക്കും വീടുകളിലാണ് കൊടുക്കുന്നത്. അപ്പം നമ്മളൊരു ഇച്ചിരി വില കുറച്ചുകൊണ്ട് 400 രൂപ കണക്കാക്കിയാണ് കൊടുക്കുന്നത്. ഇത് കളർ എന്താ വ്യത്യാസത്തെ? ഇത് കളർ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത് പ്രോസസ്സ് ചെയ്താണ്. പ്രോസസ്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 70 ഡിഗ്രി ചൂടാക്കിയാണ് ഇതിൻ്റെ ജലാംശം കുറേ കൂടെ നഷ്ടപ്പെടുത്തി. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് കുറേ കൂടെ ഗുണം ഇതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ പച്ചത്തേൻ ഉപയോഗിക്കുന്നതാണ് നല്ലത്. പിന്നെ കാരണം കൂടുതൽ നമ്മളെന്തിന് 4-5 വർഷം തേന് വച്ചേക്കണം. ഈ പച്ചത്തേൻ വച്ചിരുന്നാലും 2 വർഷം എന്തായാലും നമുക്ക് ഇരിക്കും. ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഒരു 6 മാസത്തിനപ്പുറം ഇരിക്കത്തില്ല, ഉപയോഗിച്ച് തീർന്നുകൊണ്ടിരിക്കുകയല്ലയോ. അപ്പോൾ പിന്നെ കുറേ കൂടുതൽ ഗുണങ്ങളുള്ള പച്ചത്തേൻ ഉപയോഗിക്കാമെങ്കിൽ അതാണ് നല്ലത്. ഈ തേൻ ബിസിനസ് തുടങ്ങാൻ പോണവർക്ക് ചേട്ടൻ കൊടുക്കുന്ന അഡ്വൈസ് എന്തായിരിക്കും? നമ്മൾ പിന്നെ ഇത് ഒരു ബിസിനസ്സായിട്ട് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാര്യം എന്ന് പറഞ്ഞാൽ സീസണാണ് നമ്മളൊരു പ്രശ്നം. ഈ മഴ കിട്ടത്തില്ല. ഈ വർഷത്തിൽ 4 മാസമാണ്. പക്ഷേ അത് ശരിക്ക് നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ അത് പ്രയോജനം തന്നെയാണ്. പക്ഷെ എന്നാലും ഇത് മാത്രമായിട്ടല്ല ബിസിനസ് പാടാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഈ സീസൺ തന്നെയാണ്. കഴിഞ്ഞ വർഷവും മാർച്ച് ആയപ്പോൾ മഴയായിപ്പോയി. അപ്പം മാർച്ചിൽ മഴ കഴിഞ്ഞാൽ പിന്നെ 1 മാസത്തേക്ക് തേൻ കാണത്തില്ല. അപ്പം അങ്ങനെ
തേനായി വരുമ്പം വീണ്ടും മഴയായാൽ ആകെ ഒരു വർഷത്തിൽ 4 മാസമേ നമുക്ക് തേൻ കിട്ടുന്നുള്ളൂ. ഇതിനിടയ്ക്ക് 2 മഴ വന്നുള്ള അവസ്ഥ ആലോചിച്ച് നോക്ക്. അപ്പോൾ വേറെ ഏതെങ്കിലും ബിസിനസ്സിൻ്റെ കൂടെ ഇതൊരു സൈഡായിട്ട് നമ്മൾ ഉപയോഗിച്ചാൽ അതെ. പിന്നെ ഇത് പ്രധാനമായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കുഴിയണ്ടേ പിന്നെ റബ്ബറിൻ്റെ സീസൺ ജനുവരിയിലങ്ങ് കഴിയും. അങ്ങനെ ഉള്ളവർക്ക് ആ റബ്ബറിൻ്റെ വെട്ട് പിന്നെ ജനുവരി തീരല്ലേ, അപ്പോൾ അത് കഴിയുമ്പം ഫെബ്രുവരി തൊട്ട് ഇതിൻ്റെ സീസണായി. അപ്പോൾ അതിൻ്റെ ഒരു നഷ്ടം നികത്താൻ നമുക്ക് ഇതിൻ്റെ കൊണ്ടുള്ള ഗുണം ഇത് ഉപയോഗിക്കാം. പൂർണ്ണമായിട്ട് പഠിച്ചിട്ട് മാത്രമേ നമുക്ക് ഈ ബിസിനസ്സിലൂടെ ഇറങ്ങാൻ പറ്റൂ. അല്ല, അങ്ങനെ പറ്റൂ, അങ്ങനെ ചെയ്യാവൂ. ഇത്രയും സമയം നമുക്കായിട്ട് സ്പെൻഡ് ചെയ്തതിന് രഘുചേട്ടൻ ആണ്. താങ്ക് യു ഏട്ടാ. ശരി.